പാലക്കാട്ടെ ഒന്നാം വിള കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ പതിവ് പോലെ തീറ്റ തേടി താറാവ് കൂട്ടമെത്തി. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും തൃശൂർ, ആലപ്പുഴ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുമാണ് താറാവുകളുമായി കർഷകർ പാലക്കാടൻ പാടങ്ങളിൽ എത്തുന്നത്. ആയിരക്കണക്കിന് താറാവുകളുടെ കൂട്ടമാണ് പാടങ്ങളിൽ തീറ്റ തേടി ഇറങ്ങുന്നത്. ഒന്നാം വിള കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ താറാക്കൂട്ടങ്ങൾ മേയാനെത്തുന്നത് പാലക്കാട്ടെ പതിവ് കാഴ്ചയാണ്. ഇക്കുറിയും പതിവ് തെറ്റാതെ താറാക്കൂട്ടങ്ങൾ പാടശേഖരങ്ങളിൽ എത്തിത്തുടങ്ങി. പാലക്കാടൻ പാടങ്ങളിൽ ഇത് പതിവ് കാഴ്ചയാണ്. ഒന്നാം വിള കൊയ്ത്ത് കഴിയുന്നതോടെ പാടങ്ങളിലേക്ക് താറാവ് കൂട്ടമെത്തും. തീറ്റ തേടുകയാണ് പ്രധാന ലക്ഷ്യം. തേനി, മധുര, മൈസൂർ, തൃശൂർ, ആലപ്പുഴ തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്നുള്ള സംഘങ്ങളാണ് താറാവുകളുമായി പാലക്കാട് എത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ 2 മാസത്തോളം അവർ ഇവിടെ ഉണ്ടാവും. വർഷത്തിൽ 2 തവണയാണ് താറാവുകളുമായി പാലക്കാട് എത്തുക. ಊರು ಜೋಳಾರಪೇಟೆ ತಿರುಪತಿರನ್ನು പറയാം. ജോളാർപേട്ട തിരുപ്പതിന്ന് പറയാം. വേർഷத்துக்கு 2 முறை வரும் பிடிக்கும். இது ജനുവരിക്ക് വരും, കന്നിമാസം വരും. ഇവിടെ വന്ന് 2 മാസമായി. പിന്നെ അങ്ങോട്ട് പോയി ഈ കൂട് ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വരെയും കൂട് ഇവിടെ ഉണ്ടാവും. താറാവുകളെത്തിയതോടെ വിപണിയിൽ മുട്ടയുടെ വിൽപ്പനയും സജീവമായി. ഒരു മുട്ടയുടെ ചില്ലറ വിൽപ്പന വില 10 രൂപയായി ഉയർന്നു. മൊത്തക്കച്ചവടക്കാർ ആഴ്ചയിൽ 2 ദിവസം താറാവ് കർഷകരിൽ നിന്ന് മുട്ട വാങ്ങും. കർഷകർക്ക് ഏക്കറിന് 30 മുട്ടകൾ വരെ നൽകിയാണ് താറാവുകളെ പാടത്തിലിറക്കുന്നത്. 1000 മുതൽ 1500 വരെയുള്ള താറാവ് കൂട്ടങ്ങളാണ് ഇത്തവണ എത്തിയിട്ടുള്ളത്. പാടങ്ങളിൽ വെള്ളമുള്ളതിനാൽ ഇക്കുറി തീറ്റ ധാരാളമായി ലഭിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ മുട്ട ഉൽപ്പാദനത്തിലും വർധനയുണ്ടെന്നാണ് താറാവുടമകൾ പറയുന്നത്. അമൃത ന്യൂസ്, പാലക്കാട്.